മാം നമ്മള് ക്ലിനിക്കില് ഇയർ ആൻഡ് നോസ് പിയേഴ്സിംഗ് ചെയ്യാറുണ്ടോ? അത് ചെയ്യുന്നത് സേഫ് ആണോ? യെസ്, ഒന്ന് ചെയ്യാറുണ്ട്. ഇയർ ആൻഡ് നോസ് പിയേഴ്സിംഗ് സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയറിന്റെ തന്നെ നമ്മൾ ഒരു 2 പാർട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ താഴത്തെ ഭാഗത്ത് ആക്ച്വലി നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് താഴത്തെ ഭാഗത്ത് പിയേഴ്സിംഗ് ചെയ്യുന്നത് അഡ്വൈസബിൾ ആണ്, കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ മുകളിലത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് എല്ലാം അതിന്റെ ഉള്ളിലുണ്ട്, ചെവിയുടെ ഈ ഒരു പോർഷനിൽ കാർട്ടിലേജ് എന്ന് പറയും. ആ പിയേഴ്സിംഗ് നമ്മൾ പ്രിഫറബിളി ചെയ്യണം എന്ന് പറയാറില്ല. പക്ഷെ ഈവൻ ആൾക്കാരെ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷെ അതൊരു സ്റ്റെറൈൽ എൻവയൺമെന്റിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു അസെപ്റ്റിക് പ്രിക്കോഷൻസ് എടുത്ത് സ്റ്റെറൈൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് സ്റ്റെറൈൽ നീഡൽ യൂസ് ചെയ്ത്, നീഡൽ ആണെങ്കിലും ഗൺ പിയേഴ്സിംഗ് ആണെങ്കിലും സ്റ്റെറൈൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലെ തന്നെയാണ് നോസ് പിയേഴ്സിംഗ്. നോസിലായാലും ഈ പറഞ്ഞ പോലുള്ള ഒരു സോഫ്റ്റ് കാർട്ടിലേജ് ഉണ്ട്. ആ പിയേഴ്സിംഗ് പ്രിഫറബിളി അഡ്വൈസബിൾ അല്ല, പക്ഷെ ഈ ഡിമാൻഡ് ചെയ്യാനനുസരിച്ച് നമ്മൾ അതും ചെയ്യാറുണ്ട്. ഇത് കഴിഞ്ഞാൽ നമ്മൾ പിയേഴ്സ് ചെയ്തതിന് ശേഷം അതിന് ശേഷം അപ്ലൈ ചെയ്യാനുള്ള ഒരു ആന്റിബയോട്ടിക് ഓയിന്റ്മെന്റും അത് നമ്മൾ ഒന്നൊരു 2 വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വീക്സോളം നമ്മൾ അതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ പറയും. പിയേഴ്സ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്ന സ്റ്റഡ് അത് കഴിയുമ്പോഴത്തേക്കും മോസ്റ്റ്ലി ഓക്കെ ആവും. പിന്നെ ഈ കാർട്ടിലേജ് പിയേഴ്സിംഗ് വരുമ്പോൾ നോർമലി ഈ താഴത്തെ പിയേഴ്സിംഗ് ആയാലും കാർട്ടിലേജ് പിയേഴ്സിംഗിൽ ഇൻഫെക്ട് ആവാനുള്ള ചാൻസസ്, നമ്മൾ സ്റ്റെറൈൽ അല്ലാത്ത നീഡിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പുറമെ എവിടെയെങ്കിലും വേറെ നമ്മൾ പിയേഴ്സ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ വരാനും അത് പഴുക്കാനും അതുപോലെ തന്നെ ചെവിയിലെ ഒരു പെരിക്കോണ്ടൈറ്റിസും പോലെ ആവും. അപ്പോൾ അത് ചെവിയുടെ ഒരു ഷേപ്പ് മാറ്റുന്ന രീതിയിൽ തന്നെയുള്ള ഇൻഫെക്ഷൻ നല്ല സീരിയസ് ആയിട്ടുള്ള അതും ഉണ്ടാവാറുണ്ട്. അതല്ലാതെ ദശ പറയും, നമ്മൾ കിലോയിഡ് എന്ന് പറയും. അതും ഈ നമ്മൾ ഗൺ പിയേഴ്സിംഗ് ഒക്കെ നമ്മൾ ചെയ്തിട്ട് നല്ല ടൈറ്റ് ആയിട്ട് ആ സ്റ്റഡി ഇരിക്കുകയാണെങ്കിൽ അതിന് ചുറ്റും കിലോയിഡ് പോലെ സ്കിന്ന് പ്രസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടുള്ളതിന്റെ കിലോയിഡ് പോലെയൊക്കെ ഡെവലപ്പ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും അത് ആഫ്റ്റർ കെയർ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പിയേഴ്സിംഗിന് ശേഷം.